പുതിയ ഒരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരിയിലേക്കാണ് യാത്ര. നാഗർകോവിൽ ബസ് ടെർമിനൽ ആണ്. തിരുവനന്തപുരത്തു നിന്നും നാഗർകോവിൽ വന്ന് അവിടെ നിന്നും കന്യാകുമാരിയിലേക്കാണ് യാത്ര. നല്ല വൃത്തിയും പ്രൊഫഷണൽ ആയി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായൊരു ബസ് ടെർമിനൽ. എടുത്തു പറയാനുള്ളത് വൃത്തിയാണ്. ചപ്പും ചവറും ഒന്നുമില്ല. ആരും മുറുക്കി തുപ്പിയിട്ടുമില്ല. വെസ്റ്റേൺ ഗാട്സ് സഹ്യപർവ്വതം. ഇവിടെ നിന്നാണ് വെസ്റ്റേൺ ഗാട്സ് ആരംഭിക്കുന്നത്. മഹാരാഷ്ട്ര വരെ നീളും. തമിഴ്നാട് ഹോർട്ടികോർപ്പിൻ്റെ ഓഫീസ്. കന്യാകുമാരി. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും. ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ത്രിവേണി സംഗം എന്ന സ്ഥലത്താണ്. ഒരു മഹാസമുദ്രവും 2 കടലുകളും ചേരുന്ന സ്ഥലം. വിവേകാനന്ദ പാറയിലൂടെ നടക്കുന്ന ടൂറിസ്റ്റുകളും ഭക്തരും. തിരുവള്ളുവരുടെ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. അതുകൊണ്ട് ആരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല. വിവേകാനന്ദ പാറയുടെ പിറകുവശത്ത് ഇന്ത്യൻ ഓഷനാണ്. ഇടതുവശത്ത് ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടൽ. വലതുവശം നമ്മുടെ സ്വന്തം അറബിക്കടൽ. വിവേകാനന്ദ പാറയിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ട്. 2 ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഒന്ന് വിവേകാനന്ദ പാറയിലേക്ക് പുറപ്പെടുമ്പോൾ രണ്ടാമത്തേത് വിവേകാനന്ദ പാറയിൽ നിന്നും കരയിലേക്ക് പുറപ്പെടും. 5 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ഞാൻ നിൽക്കുന്ന ത്രിവേണി സംഗം ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇതല്ല. അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇന്ദിരാ പോയിൻ്റാണ്. ബോട്ട് ആടി ഉലയുകയാണ്. ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാനും ഈ ബോട്ടുകളിലാണല്ലോ വിവേകാനന്ദ പാറയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടത്. ആ ബോട്ട് വിവേകാനന്ദ പാറയിലേക്ക് എത്താറായി. പക്ഷേ ഇപ്രാവശ്യം 2ാമത്തെ ബോട്ട് അവിടെ നിന്നും യാത്ര തിരിച്ചിട്ടില്ല. സാധാരണ 2 ബോട്ടുകളും ഒരേ സമയത്താണ് എതിർദിശയിൽ യാത്ര ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ബോട്ട് യാത്ര ആരംഭിച്ചു.
നടപ്പന്തൽ പോലത്തെ ഭാഗത്ത് ബോട്ടിൽ കയറി തിരികെ വരാൻ കാത്തു നിൽക്കുന്നവരെ കാണാം. ബോട്ട് കരയോടടുപ്പിക്കുന്നു. ബോട്ട് ജെട്ടിയിൽ ഒരു അഴിയടിച്ച ബോക്സ് ഉണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങുന്നവർ അവരുടെ ലൈഫ് ജാക്കറ്റ് ഊരി ആ ബോക്സിൽ ഇടണം. ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കഴിഞ്ഞ് ബോട്ടിലേക്ക് കയറുന്നവർ ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് ധരിച്ചതിന് ശേഷം വേണം ബോട്ടിലേക്ക് കയറാൻ. ബോട്ടിനെ കരയിലേക്ക് വലിച്ച് കെട്ടുന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ ലൈഫ് ജാക്കറ്റ് ഊരി ബോക്സിലിടുന്നു. വിവേകാനന്ദ പാറയിൽ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഇന്ത്യൻ ഓഷനാണ്. ഈ മണ്ഡപത്തിനപ്പുറം കാണുന്നത് അറബിക്കടൽ. കന്യാകുമാരി ദേവി ക്ഷേത്രം വളരെയധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ കാണുന്ന ഭാഗം, അതായത് വിവേകാനന്ദ പാറയിലേക്ക് നോക്കുമ്പോൾ ഇടത് ഭാഗത്തുള്ള കടൽ ബേ ഓഫ് ബംഗാളാണ്, ബംഗാൾ ഉൾക്കടൽ. വിവേകാനന്ദ പാറയ്ക്ക് എതിർവശത്തായി ഗ്യാലറി പോലെ കെട്ടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ വിവേകാനന്ദ പാറയുടെ പശ്ചാത്തലത്തിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ. ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം ഇതാണ്. പ്രധാന കവാടം ഇതല്ല. 2004 ഡിസംബർ 26 സുനാമിയിൽ ചുറ്റുമുള്ള പ്രദേശത്തൊക്കെയും വൻ നാശനഷ്ടം ഉണ്ടായി. എങ്കിലും ക്ഷേത്രത്തിന് നാശനഷ്ടമൊന്നും സംഭവിച്ചില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അതായത് 80കളിൽ, സ്കൂളിൽ നിന്നും ദേവി കന്യാകുമാരി എന്ന സിനിമ കാണിക്കാൻ കൊണ്ടുപോയ കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിലാണ്. നിറയെ ആളുണ്ട്. എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് മാത്രമേ ബോട്ടിലേക്ക് പ്രവേശിപ്പിക്കാവൂ. കമ്പൽസറിയാണ്. ബോട്ടിലിരിക്കുമ്പോഴുള്ള കരയുടെ കാഴ്ചകൾ.
ഒരു ഫിഷിംഗ് ബോട്ട്. ബോട്ട് യാത്ര ആരംഭിച്ചു. വിവേകാനന്ദ പാറയിൽ നിന്നും കരയിലേക്ക് വരുന്ന ബോട്ടാണ് ഈ കാണുന്നത്. കടൽ വെള്ളത്തിൽ നിന്നും അധികം ഉയരെ അല്ലാതെയാണ് ബോട്ടിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. മറ്റൊരു ഫിഷിംഗ് ബോട്ട്. ബോട്ട് ആടി ഉലഞ്ഞാണ് പോകുന്നത്. വിവേകാനന്ദ റോക്ക് കണ്ടു തുടങ്ങി. ബോട്ട് അടുക്കുന്ന ഭാഗത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നു. മനോഹരമായ കാഴ്ച. ഈ ബോട്ടിൽ കയറുവാനുള്ള ആളുകൾ നടപ്പന്തലിൽ നിൽക്കുന്നു. ക്രെയിനിന് മുന്നിൽ നിൽക്കുന്നവരിൽ 2 പേര് കടൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. രണ്ടുപേരും കടൽ വെള്ളത്തിലേക്ക് മുങ്ങി.
ബോട്ടിനെ കരയിലേക്ക് അടുപ്പിക്കുകയാണ്. വിവേകാനന്ദ പാറയിലെ മനോഹര ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട്. മറക്കാതെ എല്ലാവരും കാണണം. ഇതുവരെയുള്ള ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ പുതിയ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.